ഹലോ ഡിയേഴ്സ്, ഫാഷൻ പഠനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പഠിക്കാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. NIFTകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ, ഡിസൈൻ പ്രോഗ്രാമുകൾ, അതിൽ തന്നെ വ്യത്യസ്ത മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെയാണ് NIFTയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. NIFT അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത് അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ വെച്ചുകൊണ്ടാണ്. കേരളത്തിൽ നിങ്ങൾക്ക് NIFTക്ക് ഒരു ക്യാമ്പസ് ഉണ്ട്. കണ്ണൂരാണ് NIFTയുടെ ക്യാമ്പസ് ഉള്ളത്. NIFTയുടെ പുതിയ ബാച്ചിലേക്കുള്ള 2025 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. NIFTയുടെ വെബ്സൈറ്റാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. NIFTയെ കുറിച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, അവരുടെ ക്യാമ്പസുകളുണ്ട്. NIFT ക്യാമ്പസുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസുകൾ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവരുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്, കട്ട് ഓഫ് മെറിറ്റ് ലിസ്റ്റും ഡീറ്റെയിൽസും ഒക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമ്പസ് എക്സ്പീരിയൻസ്, പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ എവിടെയൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡിസൈനിങ് എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് NIFTയുടെ വ്യത്യസ്ത കോഴ്സുകൾ. ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം എന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മോഡൽ ഒന്ന് മാറ്റുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. NIFT അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA തന്നെയാണ് NIFTയുടെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തൊക്കെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്? UG, PG, PhD പ്രോഗ്രാമുകൾ ഫോർ ദ ഇയർ 2025ലേക്കുള്ളതാണ്. NIFT എൻട്രൻസ് എക്സാമിനേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത്. റെഗുലർ അഡ്മിഷൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ കോഴ്സുകളാണുള്ളത്? ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി BF ടെക് പ്രോഗ്രാമുകളുണ്ട്. PG പ്രോഗ്രാമുകൾ, ഡിസൈൻ കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെൻറ്റ് MFM കോഴ്സുകളുണ്ട്. മാസ്റ്റർ ഓഫ് ഫാഷൻ ടെക്നോളജി MF ടെക് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ NLEA NIFT ലാറ്ററൽ എൻട്രി അഡ്മിഷൻ പ്രോസസ്സുകളുണ്ട്. BDES NIFT ലാറ്ററൽ എൻട്രി കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. 2022 നവംബർ 24 മുതൽ 6 ജാനുവരി 2025 വരെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ ലേറ്റ് ഫീയോടുകൂടി 5000 ലേറ്റ് ഫീയോടുകൂടി നിങ്ങൾക്ക് 9th ജാനുവരി വരെ അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. കറക്ഷൻസ് 10th ജാനുവരി മുതൽ 12th ജാനുവരി വരെ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. 2 രീതിയിലുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT ആണ്, ജനറൽ GAT എന്നുള്ള സ്വഭാവത്തിലുള്ളതാണ്. മറ്റൊന്ന് പേപ്പർ ബേസ്ഡ് ടെസ്റ്റാണ്, CAT എന്നുള്ള രീതിയിലുള്ളതാണ്. അതിൻ്റെ എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ വരുന്നത് 9th ഫെബ്രുവരി 2025 സൺഡേയിലാണ് എക്സാമിനേഷൻ ഷെഡ്യൂൾ വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് എക്സാമിനേഷൻ്റെ പ്രത്യേകതകൾ? എക്സാമിനേഷൻ എന്ന് പറയുന്നത് GAT എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റാണ്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നടത്തുക. അതായത് നിങ്ങളുടെ ഒരു ജനറൽ അബിലിറ്റി എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊരു CBT മോഡൽ നടക്കുന്നത്. CAT എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് അബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ആയിട്ടായിരിക്കും നടത്തുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ടും ഡിസൈൻ കോഴ്സിന് 2 സംഗതി ഉണ്ടാവും. GAT ഉണ്ടാവും, നിങ്ങളുടെ ജനറൽ അബിലിറ്റി ടെസ്റ്റും ഉണ്ടാവും, ക്രിയേറ്റീവ് അബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റഡ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സിറ്റുവേഷൻ ടെസ്റ്റ് കൂടി ഉണ്ടാകുന്നില്ല. കാരണം പ്രത്യേകമായിട്ടും ഈ ഒരു മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ആ മേഖലയിലേക്ക് പോകാൻ അവർ സന്നദ്ധരാണോ, അതിനൊരു പ്രത്യേകമായൊരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് സിറ്റുവേഷൻ ടെസ്റ്റ് കൂടി വെക്കുന്നത് എന്നുള്ളതാണ്. BF ടെക്കിലേക്ക് വരുന്ന സമയത്ത് അതിന് ജനറൽ എബിലിറ്റി ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി BF ടെക്കും അതുപോലെ തന്നെ BA ഡിസൈനിലേക്കും വരുന്ന സമയത്ത് അതിൻ്റെ സെപ്പറേറ്റ് കോമൺ മെറിറ്റ് റാങ്ക് ലിസ്റ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഡിസൈനിലും എൻട്രൻസ് എക്സാമിനേഷനും സിറ്റുവേഷൻ ടെസ്റ്റും, BF ടെക്കിന് GAT മാത്രമാണ് പരിഗണിക്കുക എന്നുള്ളതാണ്. കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ BF ടെക് വിത്ത് മാത്സ് ക്യാൻ ഓൾസോ എൻറോൾ ഫോർ ഡിസൈൻ ബൈ ടേക്കിംഗ് CAT അലോങ് വിത്ത് GAT എന്നുള്ളതാണ്. അത് 2 ഈ പറയുന്ന പോലെ പ്രത്യേകമായിട്ടും കണക്ട് ചെയ്യുന്ന സാധനം. പിന്നെ ഡിസൈൻ, MFM ആൻഡ് ഡിസൈൻ, അതുപോലെ തന്നെ MF ടെക്, PhD തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എക്സാമിനേഷൻ്റെ മീഡിയം എന്ന് പറയുന്നത് പേപ്പർ CAT, GAT എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ബൈലിംഗ്വൽ ആയിരിക്കും. അതിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ടാവും. 2 ഭാഷയിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന സ്വഭാവത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ
ഏതാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന മീഡിയം അനുസരിച്ചായിരിക്കും എക്സസൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കുക എന്നുള്ളതാണ് പറഞ്ഞുള്ളത്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വിശദമായി നമുക്ക് നോക്കുന്നില്ല, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടൊരു പിന്നെ എക്സാമിനേഷനാണ് NIFT എന്ന് പറഞ്ഞത്. കേരളത്തിലെ എക്സാം സെൻറ്ററുകൾ എവിടെയാണുള്ളതെന്ന് നോക്കാം. കേരളത്തിലൊരു സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ കണ്ണൂരാണ് കേരളത്തിലെ സെൻറ്റർ, കേരളത്തിലെ ക്യാമ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെ എന്തുണ്ട്, എക്സാമിനേഷൻ സിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 82 നഗരങ്ങളിൽ എന്തുണ്ട്, എക്സാമിനേഷൻ സിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഫാഷൻ ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊരു മേഖലയിലേക്ക് പോകണമെന്ന് ഉദ്ദേശമുണ്ട്, അങ്ങനെ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളിലേക്ക് പോവാം. +2 എനി ഡിഗ്രി എന്നുള്ളതാണ് ഈ പറയുന്ന ഡിസൈൻ പ്രോഗ്രാമുകളിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. മറ്റു കോഴ്സുകളിലേക്കും അതിൻ്റേതായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. NTA തന്നെയാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്നതാണ്. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ കോഴ്സ് ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ ആ എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ളതാണോ നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതനുസരിച്ച് വേണം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. അതിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ്. എൻ്റെ സീറ്റ് മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞ സമയത്ത് ഓരോ കോഴ്സിനും എത്രയാണ് സീറ്റ് ഉള്ളത് എന്നാണ്. അതിൽ ഡിസൈനിൽ തന്നെ ഒരുപാട് ഡിസൈൻ കോഴ്സുകൾ വരുന്നുണ്ട്. ആക്സസറി ഡിസൈൻ ഉണ്ട്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഉണ്ട്, ഫാഷൻ ഡിസൈൻ ഉണ്ട്, ഫാഷൻ ഇൻറ്റീരിയർ ഉണ്ട്, നിറ്റ് വെയർ ഡിസൈൻ ഉണ്ട്, ലെതർ ഡിസൈൻ ഉണ്ട്, ടെക്സ്റ്റൈൽ ഡിസൈൻ ഉണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ സ്റ്റേറ്റിനനുസരിച്ച് ഓരോരോ സെൻറ്ററുകളിലുള്ള സീറ്റ്, ഇപ്പോൾ കണ്ണൂർ നോക്കുകയാണെങ്കിൽ കണ്ണൂർ സ്റ്റേറ്റ് ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ 7 വീതം സീറ്റുകൾ ആ സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ അല്ലാതെ തന്നെ 34 സീറ്റുകൾ ഓരോ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൽ പ്രോസ്പെറസിലേക്ക് വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര കോഴ്സുകളാണുള്ളത് എന്ന് നോക്കാം. കോഴ്സ്, അതിൻ്റെ കരിക്കുലം, ഈ പ്രോസ്പെറസ് തന്നെ വളരെ ഡിസൈനിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പാൻ ഇന്ത്യയിൽ 19 ക്യാമ്പസുകളുണ്ട്, 11 പ്രോഗ്രാംസ്, UG PG ഡോക്ടറേറ്റ് എന്നുള്ള സ്വഭാവത്തിലുള്ള കോഴ്സ് ഉണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസ്പെറസ് കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ്. അത് അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പാത്വേ കോമ്പിനേഷൻ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആക്സസറി ഡിസൈൻ, ഓരോരോ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഒരു ക്യാമ്പസിൽ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരമൊടുക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ NIFTയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.